ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് എവറി വൺ ക്യാൻ ഹിയർ വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു ചെറിയ ഡിലേ നമ്മളുടെ എൻ്റെ നിന്ന് വന്നിട്ടുണ്ട്. ബട്ട് ഐ ഹോപ്പ് എവറി വൺ ഈസ് ഹിയർ. എല്ലാവർക്കും പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് ഓക്കെ, ഫൈൻ, ഡാസ്, ശരി, ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ വി വിൽ ബി ആക്ച്വലി സ്റ്റാർട്ടിങ് വിത്ത് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് ആറ്റംസ് ആൻഡ് റേഡിയേഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് അതൊക്കെയാണ്. സോ ഐ ഹോപ്പ് നമുക്ക് വൈകാതെ തന്നെ സമയം കളയാതെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തിലെ ഒരു ചാപ്റ്ററാണ്. കമ്പാരറ്റീവ്ലി വളരെ നല്ല, വളരെ എന്താ പറയുക, നമുക്ക് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുകളിലൊന്നാണ്. എന്നാൽ വളരെ സിമ്പിളാണ്. ഡ്യുവൽ നേച്ചർ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായൊരു ചാപ്റ്ററാണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളെ സമയം കൊല്ലാൻ കേപ്പബിളാണ്. കാരണം അനാവശ്യമായ ലെങ്തി പ്രോബ്ലംസും അതുപോലെ തന്നെ വളരെ ഷോർട്ട് പ്രോബ്ലംസും, രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ഡ്യുവൽ നേച്ചർ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബയോളജിയിലൊക്കെ സാധാരണയായിട്ട് കൺഫ്യൂസിങ് ആക്കുന്ന സാധനമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് സാധാരണയായിട്ട് ചോദിച്ചത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ഡ്യുവൽ നേച്ചർ എന്ന് വരാറുണ്ട്, നമ്മുടെ എക്സ്പെരിമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ. അതുപോലെ തന്നെ സിമ്പിൾ കാൽക്കുലേഷൻസ്, റേഷ്യോ കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് വരാറുണ്ട്. ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസും വരാറുണ്ട്. അപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള കാൽക്കുലേഷൻസിൻ്റെ സ്കീമിലൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ നല്ലൊരു ടോപ്പിക്കാണ്. നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് താനും. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ടോപ്പിക് ഫോർ അസ് ടു study. Okay, so we'll start with the concept of dual nature. നമുക്ക് dual nature എന്ന് സ്റ്റാർട്ട് ചെയ്യാം. The photoelectric effect takes place in an element A. Its work function is 2.5 electron volt and threshold wavelength is lambda. Another element B is having work function of 5 electron volt. Find out the maximum wavelength that can produce a photoelectric effect in B എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ബേസിക്കലി ദിസ് ഇസ് ദ ഇക്വേഷൻ അല്ലേ. നമ്മളുടെ ആരുടെ ഇക്വേഷനാണ്? ഐൻസ്റ്റൈൻസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്കിതിൻ്റെ ബേസിക് ഐഡിയ കിടക്കുന്നത് അല്ലേ. ഐൻസ്റ്റൈൻ ഇക്വേഷൻ എന്താ പറയുന്നത്? ദി എനർജി ഓഫ് എ ഫോട്ടോൺ വിൽ ബി യൂസ്ഡ് ഫോർ എന്താ പറയുക, നമ്മുടെ Hν എന്നാണ് നമ്മളുടെ ബേസിക് എനർജി ദറ്റ് ഇസ് റിക്വയർഡ് ടു എമിറ്റ് എൻ ഇലക്ട്രോൺ വിത്ത് പ്ലസ് കൈനറ്റിക് എനർജി, ആൻഡ് ദ റിമൈനിങ് എനർജി ഓഫ് ദി ഫോട്ടോൺ വിൽ ബി യൂസ്ഡ് ഫോർ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. അങ്ങനെയാണ് നമ്മളതിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. നമ്മളങ്ങനെയാണ് ഇതിനെ ബേസിക്കലി മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് നമുക്കൊരു എനർജി, ഒരു ഫോട്ടോണിനൊരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എനർജി വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ, എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? ഇറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ റിലീസ് ഓഫ് എനർജി അല്ലേ, റിലീസ് ഓഫ് ദി ഇലക്ട്രോൺ. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ത്രഷ് ഹോൾഡ് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ത്രഷ് ഹോൾഡ് എന്ന പേരിട്ട് വിളിക്കുക. ദിസ് ഇസ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് എനർജി ദറ്റ് ഈസ് യൂസ്ഡ് ആസ് ദറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ഇനി നമുക്കൊന്നും കൂടെ നോക്കാം. ഈ എനർജി ഓഫ് എ ഫോട്ടോൺ, ഇതാണ് ടോട്ടൽ എനർജി ഓഫ് എ ഫോട്ടോൺ. ഈ ടോട്ടൽ എനർജി എന്തിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു? കുറച്ച് ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇലക്ട്രോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും എനർജി ബാക്കിയുണ്ടെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കുന്നു? അത് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോണായി മാറുന്നു. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ. അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ വളരെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറേ വായിക്കാനുണ്ട്. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യനാണ്, വായിക്കാൻ കുറേ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഐഡിയ ഈ പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ്? ത്രഷ് ഹോൾഡ് എനർജി അല്ലേ. ത്രഷ് ഹോൾഡ് എനർജി അല്ലെങ്കിൽ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി, ത്രഷ് ഹോൾഡ് വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് എൻ ഇലക്ട്രോൺ. എന്താണ്? ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായി നമ്മൾ എത്ര എനർജിയാണോ മിനിമം കൊടുക്കേണ്ടത് അതിനെ വിളിക്കുന്ന പേരാണ് ത്രഷ് ഹോൾഡ് എനർജി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ത്രഷ് ഹോൾഡ് വേവ് ലെങ്ത്. അതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ, ശരി, ഒരു നിമിഷം. ഓൾറൈറ്റ്, ശരി.
അപ്പോൾ അങ്ങനെയാണ് നമുക്കത് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ടേക്സ് പ്ലേസ് ഇൻ എലമെൻറ്റ് എ ആൻഡ് അപ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതൊരു റേഷ്യോ ടൈപ്പാണ് അല്ലേ. സോ യു ഹാവ് an element A and an element B. Its work function is 2.5 electron volt. The work function of element A happens to be 2.5 electron volt and that of element B happens to be 5 electron volt. And the threshold wavelength here is lambda and the another one is having say ഇതിനെ ഞാൻ lambda 1 എന്ന് വിളിക്കുകയാണെങ്കിൽ lambda A എന്ന് വിളിക്കുകയാണെങ്കിൽ lambda A is equal to, you can call it as lambda and they are asking for the value of lambda B. നമുക്കറിയാം ബേസിക്കലി ത്രഷ് എനർജി അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എന്താണെന്ന് പറയാം, യുവർ ഫൈ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ഓർ ഫൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്നെനിക്ക് പറയാം അല്ലേ. ഫൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് പറയാം. സോ നമുക്ക് എന്ത് പറയാം, ഫൈ എ ബൈ ഫൈ ബി എന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഗോയിങ് ടു ബി ലാംഡ ബി ബൈ ലാംഡ എ അല്ലേ. സോ നമുക്കറിയാം ഫൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 2.5 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു, ഇനി എൻ്റെ എത്രയാണ് വരുന്നത്, ദറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ആൻഡ് ദിസ് ഇസ് ലാംഡ ബി. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ്, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ യുവർ ലാംഡ ബി വിൽ ബി ഈക്വൽ ടു ലാംഡ ബൈ 2. സോ യുവർ ഓപ്ഷൻ ഇസ് എ ആണ് നിങ്ങളുടെ ഓപ്ഷൻ വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ദിസ് ഇസ് എ റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്തുമായിട്ടാണ് ഡീലിംഗ് വരുന്നത്, എന്ത് കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തത്, വി ഡെൽറ്റ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ത്രഷ്ഹോൾഡ് വേവ് ലെങ്ത് അല്ലേ. ത്രഷ്ഹോൾഡ് വേവ് ലെങ്ത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള മാക്സിമം വേവ് ലെങ്ത്തിൻ്റെ കാര്യമാണ് നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദിസ് പോർഷൻ, ഈ ഭാഗത്തെപ്പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ഇഫ് ദി എനർജി ഓഫ് ദ ഫോട്ടോൺ ഹാപ്പൻസ് ടു ബി ലൈക്ക് ദിസ്, ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒറ്റ വായനയിൽ തന്നെ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലേ. നമുക്ക് അധികം സമയം എടുക്കുന്നുണ്ടോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണെന്ന് മനസ്സിലാക്കുന്നു, 2.5 ബൈ 5 ഇസ് ഈക്വൽ ടു ലാംഡ ബി ബൈ ലാംഡ എന്ന് പറയുന്നു, 2 ആക്കുന്നു. സോ ഡയറക്ട്ലി ലാംഡ ബി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2. എന്ത് സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഹൗ മച്ച് ടൈം, മാക്സിമം 30 സെക്കൻഡ്സ് അല്ലേ. മാക്സിമം ഒരു 1 മിനിറ്റ് വരെ എടുക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതിൽ കുറച്ച് സ്ലോ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാം, മാക്സിമം ഒരു 1 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് നമുക്ക് സമയം ഇതിന് എടുക്കുകയില്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അല്ലേ. ശരി, നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നൗ വി ക്യാൻ ഗോ ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, ദ സർഫസ് ഓഫ് സോഡിയം ഇസ് ഇല്യൂമിനേറ്റഡ് ബൈ ലൈറ്റ് ഓഫ് 6000 ആങ്സ്ട്രോം വേവ് ലെങ്ത്. The work function of sodium is 2.6 electron volt. Then the minimum kinetic energy of emitted electrons is. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ദ സർഫസ് ഓഫ് ദ സോഡിയം ഇസ് ഇല്യൂമിനേറ്റഡ് ബൈ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6000 ആങ്സ്ട്രോം. അപ്പോൾ 6000 ആങ്സ്ട്രോം വേവ് ലെങ്ത് ഉള്ളൊരു ലൈറ്റാണ് എന്തിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്നത്, സോഡിയത്തിൻ്റെ മുകളിലേക്ക് അല്ലേ. എന്തിൻ്റെ മുകളിലേക്ക്, സോഡിയത്തിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയാണ്. ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 6000 ആങ്സ്ട്രോം ആണ്. നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റണം, മനസ്സിലായോ. സോഡിയം ഒരു സർഫസാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസാണ് സോഡിയം. സോഡിയത്തിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വരുന്നു, ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് 6000 ആങ്സ്ട്രോം. ക്ലിയർ അല്ലേ. ആൻഡ് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ സോഡിയം ഈസ്, ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ സോഡിയം ഹാപ്പൻസ് ടു ബി 2.6 ഇലക്ട്രോൺ വോൾട്ട്. ദെൻ ദ മിനിമം കൈനറ്റിക് എനർജി, അപ്പോൾ എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷൻസുമായിട്ട് ഇത് കണക്റ്റഡ് ആണല്ലേ. എങ്ങനെ, എനർജി ഈസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി. 5 എന്ന് പറയുന്നത് എന്താണ്, 5 എന്ന് പറയുന്നതാണ് നമ്മളുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. 5 എന്ന് പറയുന്നത് എന്താണ്, ദറ്റ് ഹാപ്പൻസ് ടു ബി മൈ വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, വിൽ ഹാവ് സംതിങ് കോൾഡ് ആസ് കൈനറ്റിക് എനർജി. നമുക്ക് എന്തുണ്ടാവുന്നു, കൈനറ്റിക് എനർജി ഉണ്ടാവുന്നു. ക്ലിയർ ആയോ പിള്ളേരെ എല്ലാവർക്കും? ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് വന്നു, വി ഹാവ് സംതിങ് കോൾഡ് ആസ് കൈനറ്റിക് എനർജി ഹിയർ. നമുക്കൊരു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, എനർജി കണ്ടുപിടിക്കണം. ആ എനർജിയുടെ ഒരു ഭാഗം ആര് ഉപയോഗിക്കും, വർക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി ഭാഗമാണ് കൈനറ്റിക് എനർജി. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി, ദറ്റ് ഈസ് ഗോയിങ് ടു ബി ഇ മൈനസ് 5 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇ കണ്ടുപിടിക്കണം. ഇ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. യൂണിറ്റ് വന്നിരിക്കുന്നത് എന്താ, 6000 ആങ്സ്ട്രോം. അപ്പോൾ നമുക്കറിയാം, ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവിൽ യു ഷുഡ് നെവർ സബ്സ്റ്റിറ്റ്യൂട്ട് എച്ചും സിൻ്റെയും വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. യു ക്യാൻ ഡയറക്ട്ലി ഗിവ് ദ വാല്യൂ ഓഫ് 12400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, 6000 ആങ്സ്ട്രോം. അപ്പോൾ നമുക്ക് ആൻസർ എന്തിൽ കിട്ടും, ദ യൂണിറ്റ് ഇസ് ഗോയിങ് ടു ബി
The unit is going to be, yes, come on, electron volt. Electron volt യൂണിറ്റിൽ കിട്ടാനായിട്ട് ഞാൻ എന്ത് മാത്രം ചെയ്താൽ മതി? The only thing that I have to do is like this. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 പൂജ്യം പോയോ? അപ്പോൾ 124 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ട്? 42 ഡിവൈഡഡ് ബൈ 30 അല്ലേ? 42 ഡിവൈഡഡ് ബൈ 30. പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ്? എനിക്ക് ആൻസർ എത്ര കിട്ടും? 114 അല്ലേ? ഇതിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1.4 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്തൊക്കെ എനിക്ക് കിട്ടും അല്ലേ? ഐ എം ഗോയിങ് ടു ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 60 വരിക. സോ ഐ വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 2 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്ത് വരും. സോറി അല്ല, നമുക്ക് എത്ര വരും? എനിക്ക് 2 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്ത് ഏകദേശം ആൻസർ വരും അല്ലേ? സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 2 ഇലക്ട്രോൺ വോൾട്ടിനോട് 2 പോയിൻറ്റ് സംതിങ് ആണ് ആൻസർ വരും. ഇറ്റ് വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 2.6, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സേ ഒരു 2.1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്തൊക്കെ ആൻസർ വരും. അപ്പോൾ അങ്ങനെ ആൻസർ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വർക്ക് ഫംഗ്ഷൻ എത്ര വന്നിരിക്കുന്നത്? 2.6. ശ്രദ്ധിക്കുക, നമ്മളുടെ വർക്ക് ഫംഗ്ഷൻ ഹാപ്പൻസ് ടു ബി 2.6 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് എനർജി ഹാപ്പൻസ് ടു ബി 2.1 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ എന്താണ് ഇതിൽ എമിഷൻ നടക്കുക? വിൽ ദെയർ ബി എനി എമിഷൻ ദറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ്? ഇതിൽ എമിഷൻ നടക്കില്ല അല്ലേ? എന്ത് നടക്കില്ല? എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കില്ല. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കില്ല എന്നുള്ള കാര്യം? വൈ? എന്തുകൊണ്ടാണ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ബിക്കോസ് എങ്ങനെ നമുക്ക് മനസ്സിലായി? ബിക്കോസ് the energy of the electron is less than the work function. The energy of the electron is less than the work function. So what is going to be your correct option? ഏതാണ് നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ വരാൻ പോകുന്നത്? 0 ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് മീൻസ് ദാറ്റ് യുവർ ഓപ്ഷൻ എ ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. എന്തിൻ്റെ പുറത്താണ് ഞാൻ എ എന്ന ഉത്തരം പറഞ്ഞത്? എന്തിൻ്റെ പുറത്താണ് ഞാൻ എ എന്ന ഉത്തരം പറഞ്ഞത്? ഐ സെഡ് എ ബിക്കോസ് ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായോ? എമിഷൻ ഓഫ് ഇലക്ട്രോൺസേ സംഭവിക്കില്ല. ഇലക്ട്രോൺസ് എവിടെ തന്നെ ഇരിക്കും? സോഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എനർജി ഓഫ് എ ഫോട്ടോൺ ഓഫ് വിസിബിൾ ലൈറ്റ് വിത്ത് മാക്സിമം വേവ് ലെങ്ത് ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ്. ഓക്കെ, സോ നമുക്കറിയാം നമുക്ക് ഏതാണ് വരുന്നത്? നമ്മുടെ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വിബ്ഗിയോറാണ് വരുന്നത് അല്ലേ? സോ വി ആർ സപ്പോസ് ടു ടേക്ക് ദാറ്റ് ഓഫ് റെഡ്. റെഡിൻ്റെ എല്ലാ ഇത് എത്രയാണ് വരിക? സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 7900 ആങ്സ്ട്രോം അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന എനർജി ഓഫ് ദ ഫോട്ടോൺ അല്ലേ? മാക്സിമം വേവ് ലെങ്ത് ഇൻ ഇലക്ട്രോൺ വോൾട്ട് എത്ര വരും എന്നാണ്. അപ്പോൾ നമ്മൾ ആരുടെ എടുക്കണം? വി ആർ സപ്പോസ് ടു ടേക്ക് ദാറ്റ് ഓഫ് റെഡ്. അതിൻ്റെ വാല്യൂ എത്ര വരും? 7900 ആങ്സ്ട്രോം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? what can we say? Your energy is going to be, എനിക്ക് എച്ച് സി ബൈ ലാംഡ ഒക്കെ ചെയ്യണോ? വേണ്ട. വൈ? ബിക്കോസ് മൈ ആൻസർ ഇസ് ടു ബി ഫൗണ്ട് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. എപ്പോഴാണ് ഞാൻ 12400 ബൈ ലാംഡ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്യുക? when my energy is to be found in the unit electron volt and lambda is given in the unit angstrom. എനർജിയുടെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടിയാൽ മതി. അതുപോലെ തന്നെ വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രോമിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പിനേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ? സോ ഇൻ ദിസ് കേസ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് വന്നതെന്നുള്ളത് കൊണ്ട് അതിൽ ഡിവൈഡഡ് 12500 ഡിവൈഡഡ് ബൈ 7900 എന്ന് പറയുന്നു. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 124/79. അപ്രോക്സിമേറ്റ് ചെയ്യാം 124/80 എന്ന് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 31/20 എന്ന് പറയുമ്പോൾ സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 3.1/2, 1.6ൻ്റെ അടുത്ത് ആൻസർ വരും അല്ലേ? സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ശൈലി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 7900 ഞാൻ എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു? 80 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ഐ ക്യാൻ ഡു ദ കാൽക്കുലേഷൻസ് ക്വിക്കർ. പെട്ടെന്ന് ക്യാൻസറിലേക്ക് എത്താം. ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? അവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ധൈര്യം എനിക്ക് തരുന്നത് ആരാണ്? ഹൂ ഈസ് ഗിവിങ് മീ ദാറ്റ് courage to do something like that? Because the options are far away from each other. അടുത്തടുത്തല്ല ഓപ്ഷൻസ് ഇരിക്കുന്നത്. ഓപ്ഷൻസ് തമ്മിൽ ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് അപ്രോക്സിമേഷൻസ് ചെയ്യാം. അടുത്തടുത്ത ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ അപ്രോക്സിമേഷൻസ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആവില്ല. All right, fine, sure. Let us move on to the next question. The graph between the frequency of incident light and the stopping potential is. ദേ വരുന്നു അടുത്ത ടേം. ആരാണത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായി കണക്റ്റഡ് ആയിരുന്നു? E is equal to hc by lambda or E is equal to h nu എന്നീ രണ്ട് കോൺസെപ്റ്റുകളാണ്. ഇതാണ് ബേസിക്കലി എന്ത് വന്നിരുന്നത്? എനർജി ഓഫ് എ ഫോട്ടോൺ. എന്താണ്? എനർജി ഓഫ് എ ഫോട്ടോൺ. പക്ഷെ അതേപോലെ തന്നെ നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി എന്നുള്ളത് എന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു? ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ആയിരുന്നു. അതും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തത് അല്ലേ? ഇതിൽ ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു പേരിട്ട് വിളിച്ചത്? ത്രഷ് ഹോൾഡ് എന്ന് പേരിട്ട് വിളിച്ചു. അതിന് ഞാനൊരു പ്രത്യേകം എനർജിയാണ്. എന്താണ്? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് ആൻ ഇലക്ട്രോൺ ഇസ് കോൾഡ് ആസ് സച്ച് ആൻഡ് സച്ച് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? യെസ് ഫൈൻ ഓൾ റൈറ്റ്. ശരി,
അപ്പോൾ നമുക്ക് എന്തായി ത്രഷോൾഡായി. ഇനി നമുക്കിവിടെ വരുന്നത് വേറൊരു ആളെ വന്നു. അയാൾ ആരാണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മസ്റ്റ് ബി സപ്ലൈഡ് ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദി ഇലക്ട്രോൺസ് ഓർ പ്രിവെൻറ്റ് ദി ഇലക്ട്രോൺസ് ഫ്രം റീച്ചിങ് ദ കാത്തോഡ്. അല്ലേ, അവിടെ നിന്ന് എത്താതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് പൊട്ടൻഷ്യലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ കോൺസെപ്റ്റിൽ വരുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാട്ട് ക്യാൻ വി സേ? ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് to what? It is directly connected to the kinetic energy of the electron. അല്ല, it is directly connected to the kinetic energy of the electron. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇക്വേഷൻ എഴുതാം? My equation is going to be, your equation is h nu is equal to h nu O plus kinetic energy maximum, which kinetic energy can be written as h nu is equal to h nu O plus E into V0. E into V0 എന്ന് എഴുതാം. or E into V0 can be written as h nu minus h nu naught, or V0 itself can be written as h by E into nu minus h by E into nu naught, or I can write h by E into nu minus nu naught. സോ എന്താണ് ഇതെന്തിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നുണ്ട്? ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലീനിയർ ഇക്വേഷൻ. ഇതെന്ത് ഇക്വേഷനാണ്? എ ലീനിയർ ഇക്വേഷൻ ഇൻ എത്ര വേരിയബിളാണ്? 2 വേരിയബിൾ. ആരൊക്കെയാണ് എൻ്റെ വേരിയബിൾസ് ആയിട്ട് വരാൻ പോകുന്നത്? എൻ്റെ വോൾട്ടേജ്, എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ത്രഷോൾഡ് ഫ്രീക്വൻസിയും, ദ അപ്ലൈഡ് ഫ്രീക്വൻസിയും രണ്ടും എന്തായി വരും? എൻ്റെ വേരിയബിൾസ് ആയിട്ട് വരും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ലീനിയർ ഇക്വേഷൻ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ബേസിക്കലി വാട്ട്? ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ? ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ straight line not passing through the origin. So your answer is going to be option D. Now let us move on to the next question. ക്ലിയർ ആയല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യന് സാധാരണയായിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഡെറിവേഷനിൽ നിന്ന് ഒരെണ്ണം കൂടെ വരും. അതെന്താണ്? എച്ച് ബൈ ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈനറ്റിക് എനർജി മാക്സിമം ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഇൻറ്റു V0. വേറെ അവിടെ ഇ എന്ന് പറയുന്നത് എന്താ? ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇക്വേഷനാണ് കേട്ടോ. ഇ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഓഫ് ദി ഇലക്ട്രോണും വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജുമാണ്. ഓക്കെ, വോൾട്ടേജ് ഏത് യൂണിറ്റിലാണ്? ഇൻ വോൾട്ട്. മനസ്സിലായോ? വോൾട്ടേജ് ഇൻ വോൾട്ട് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഓൾ റൈറ്റ്, ഫൈൻ, ശരി. നമുക്ക് വിൽ മൂവ് ഓൺ ടു ദ next question. Yes, the maximum kinetic energy of a photoelectric electrons emitted from a surface when photons of energy 6 electron volt fall on it is 4 electron volt. Then the stopping potential in volt is. യെസ്, ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ സാധ്യതയുള്ളൊരു ഇക്വേഷനാണ് അല്ലേ? വളരെ സിമ്പിളാണ്. അതായത് എന്താണ് ഈ സാധനം, എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നതിനെപ്പറ്റി നമുക്ക് എന്ത് വേണം? നല്ല ധാരണ വേണം. നമുക്കൊന്നും കൂടെ വായിക്കാം. The maximum kinetic energy of photons emitted from a surface when photons of energy 6 electron volt. അപ്പോൾ എന്താണ് 6 ഇലക്ട്രോൺ വോൾട്ട്? 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി ഓഫ് ദി ഫോട്ടോൺ ദാറ്റ് ഈസ് സ്ട്രൈക്കിംഗ്. അത് സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എന്താണ്? എനർജിയാണ്. fall on it is 4 electron volt. അപ്പോൾ എന്താണ് 4 electron volt ആവുന്നത്? The maximum kinetic energy of photoelectrons emitted from surface is 4 electron volt. അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നിങ്ങളിതിൽ തെറ്റാൻ സാധ്യതയുള്ളൂ അല്ലേ? സോ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. എന്നിട്ട് നിങ്ങളോട് എന്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്? ദേ ആർ ആസ്കിങ് അബൌട്ട് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഞാൻ 2 കോൺസെപ്റ്റ് പഠിച്ചു. എന്താണത്? മാക്സിമം കൈനറ്റിക് എനർജി എന്ന് എനിക്ക് പറയാം അല്ലേ? അതേപോലെ എനിക്ക് എന്ത് പറയാം? E-5 എന്ന് പറയാം. എന്താണ് E എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ
it is going to be the energy of the photon, and phi happens to be the work function അല്ലേ, എനർജി ഓഫ് ദ സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ആൻഡ് phi happens to be the work function. ഇതല്ലെങ്കിൽ എനിക്ക് E ഇൻറ്റു വി എന്നെനിക്ക് പറയാം, where E is the charge of an electron, V is the voltage across the cathode and anode. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 3 തരത്തിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രോബ്ലംസ് വരാം. ഓക്കെ, എങ്ങനെയൊക്കെ വരാം? മാക്സിമം കൈനറ്റിക് എനർജി എന്നുള്ളത് ഡയറക്റ്റ്ലി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ വരാം. അതാണ് കാരണം മാക്സിമം കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ ആണ് എന്തായി മാറുന്നത്, അതാണ് പൊട്ടൻഷ്യലായി മാറുന്നത്, സോറി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലായി മാറുന്നത്. അല്ലെങ്കിൽ E-5 എന്നല്ലെങ്കിൽ E ഇൻറ്റു വി എന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യനിൽ ഫൈനെ പറ്റിയോ ഇലക്ട്രോണിനെ പറ്റിയോ വോൾട്ടേജിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻസ്റ്റഡ് ദേ ഹാവ് ഗിവൺ വാട്ട് ഈസ് മാക്സിമം കൈനറ്റിക് എനർജി. അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? അതിൻ്റെ വാല്യൂ ആണ് 4 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? 4 ഇലക്ട്രോൺ വോൾട്ട്. കാൽക്കുലേഷൻ പോലുമില്ല. ശ്രദ്ധിച്ചോ, എന്താണ്? കാൽക്കുലേഷൻ പോലും ഇല്ല. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതിനെങ്കിലും നമുക്കൊരു വലിയ കാൽക്കുലേഷൻ വേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും വലിയൊരു കാൽക്കുലേഷൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരെണ്ണത്തിന് പോലും നമുക്ക് വേണ്ടി വന്നിട്ടില്ല. ക്ലിയർ ആയല്ലോ അല്ലേ? Now let us move on to the next question. The strength of the photoelectric current is directly proportional to. The strength of the photoelectric current is directly proportional to. ഇവിടെയാണ് നമ്മൾ നന്നായിട്ട് അടുത്ത ആ എക്സ്പെരിമെൻറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് മസ്റ്റ് ബി ക്ലിയർ. നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണത് വരുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? ഹൗ ആർ വി സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ലൈക്ക് ദിസ്. ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആരെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ബാധിക്കുന്നു, നമ്മളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കോൺസെപ്റ്റുകളും കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ എക്സ്പെരിമെൻറ്റിൽ വരുന്ന സർഫസിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ആ സർഫസിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ എനർജി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അല്ലേ? എൻ്റെ ഇക്വേഷൻ എന്താ? എനർജി ഓഫ് ദ ഫോട്ടോൺ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ എനർജി ഓഫ് എൻ ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് അല്ലേ? ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് വേരിയബിളായിട്ട് വയ്ക്കാം. ആരാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക? വർക്ക് ഫംഗ്ഷനാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക അല്ലേ? ആരാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക? വർക്ക് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എ ഗിവൺ മെറ്റീരിയൽ വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണല്ലോ. അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആര് കൂടും? കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടണമെങ്കിൽ ആര് കൂടണം? എനർജി ഓഫ് ദ ഫോട്ടോൺ കൂടണം. എനർജി ഓഫ് ദ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പോൾ ഫ്രീക്വൻസി കൂടിയാൽ ആര് കൂടും? എനർജി കൂടും. എനർജി കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും? കൈനറ്റിക് എനർജി കൂടും. സോ ഫ്രീക്വൻസി ആരുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയി കിടക്കുന്നുണ്ട്? കൈനറ്റിക് എനർജി ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? സോ ദാറ്റ് ഈസ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതേപോലെ ലാംഡയുടെ വാല്യൂ കുറയുമ്പോൾ എനർജിയുടെ വാല്യൂ കൂടും, കൈനറ്റിക് എനർജി കൂടും. സോ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എനർജി. പക്ഷേ ഇവിടെ അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു കൈനറ്റിക് എനർജി. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി മൈ ആൻസർ. വൈ? ബിക്കോസ് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി മൈ ആൻസർ. ബിക്കോസ് ഫ്രീക്വൻസി ആരുമായിട്ട് കണക്റ്റഡ് അല്ല, സ്ട്രെങ്ത് ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് ഇലക്ട്രോണായിട്ട് കണക്റ്റഡ് അല്ല, പകരം അത് ഫ്രീക്വൻസി ആയിട്ടോ അല്ലെങ്കിൽ വേവ് ലെങ്ത് ആയിട്ടൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനർജി ഓഫ് ദ ഫോട്ടോണുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം വരും, എന്താ ഈ സ്ട്രെങ്ത് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്? ഇതാ വരുന്നു. യു ഷുഡ് ഇമാജിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദറ്റ് മീൻസ് ദാറ്റ് മോർ ഇലക്ട്രോൺ ഷുഡ് കം ഇൻ. ദറ്റ് മീൻസ് ദാറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഗോയിങ് ടു ബി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു, എന്തിനോട് ലിങ്ക്ഡ് ആയിരിക്കും? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ എമിറ്റഡ്. മനസ്സിലായോ? എന്തിനോട് കണക്റ്റഡ് ആണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ എമിറ്റഡ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടുന്നൊരു തിയറിയം ഓർമ്മയുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം എന്താണ്? 1 ഫോട്ടോൺ 1 ഇലക്ട്രോൺ തിയറം അല്ലേ? തിയറം ഒന്നുമല്ല, ഞാനിങ്ങനെ തിയറം എന്നുള്ള പേരിടുന്നേ ഉള്ളൂ. 1 ഫോട്ടോൺ 1 ഇലക്ട്രോൺ കോൺസെപ്റ്റ് അല്ലേ? ഒരു ഫോട്ടോണിന് എത്ര ഇലക്ട്രോണേ ഉണ്ടാവുകയുള്ളൂ? ഒരു ഫോട്ടോണിൽ ഒരു ഇലക്ട്രോണേ വരികയുള്ളൂ അല്ലേ? ഒരു ഫോട്ടോണിന് എത്ര ഇലക്ട്രോണേ വരികയുള്ളൂ? ഒരു ഫോട്ടോണ് ഒരു ഇലക്ട്രോണേ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് 1 ഫോട്ടോൺ 1 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര കൂടുതൽ ഫോട്ടോൺസ് വരുന്നോ അത്ര കൂടുതൽ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. ക്ലിയർ ആയോ? എത്ര ഫോട്ടോൺസ് കൂടുതൽ വരുന്നോ അത്ര കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും. എത്ര കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവുന്നു അത്രയും കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആകും. സോ ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇസ് ഇൻ എ വേ ഡയറക്ട്ലി
ഓയിങ് ടു ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്, എത്ര ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് എന്തിരിക്കുന്നത്, സ്ട്രെങ്ത് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇരിക്കുന്നത്. എത്ര ഫോട്ടോൺ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അതനുസരിച്ചാണ് എത്ര ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണം, കൂടുതൽ ഫോട്ടോൺസ് വേണം. കൂടുതൽ ഫോട്ടോൺസ് വേണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. കാരണം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻ എ ഗിവൺ ഏരിയ അല്ലേ. ഒരു ഏരിയയിൽ എത്ര ഫോട്ടോൺസ് വരുന്നു എന്നുള്ളതാണ് ആര് തരുന്ന കണക്ക്, നമ്മുടെ ഇൻറ്റൻസിറ്റി തരുന്ന കണക്ക്. മനസ്സിലായില്ലേ? സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഹാപ്പൻസ് ടു ബി യുവർ കറക്റ്റ് ആൻസർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒന്നിനെയും ബാധിക്കുന്നതല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാത്തോഡും ഒന്നിനെയും ബാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് ഓപ്ഷൻസും ഒന്നിനെയും ബാധിക്കില്ല നമ്മൾ പഠിച്ച പ്രകാരം. മനസ്സിലായോ? ഞാനതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ ഇഫക്റ്റ് ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അല്ലേ. ഫോട്ടോ ഇലക്ട്രിസിറ്റീനെ ഒരു തരത്തിലും ബാധിക്കാത്തതാണ് ആര്, ഫോട്ടോ ഇലക്ട്രിസിറ്റീനെ ഒരു തരത്തിലും ബാധിക്കാത്ത ആളാരാണ്, ആര്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ കാത്തോഡും ആനോഡും തമ്മിലുള്ള ദൂരമൊന്നും എന്തിനെ ബാധിക്കില്ല, ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനൊന്നും ബാധിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, ബാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, ബാധിക്കുന്നതിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല എന്നുള്ളതാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. ഓൾറൈറ്റ്, ഫൈൻ, ശരി. സോ ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി മാറുമ്പോൾ ആര് മാറും, ഫ്രീക്വൻസി മാറുന്നു അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് മാറുമ്പോൾ അത് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ബാധിക്കുന്നത്, എങ്ങനെ ഈ ഇക്വേഷനെ ബാധിക്കുമെന്ന് നമ്മൾ നന്നായി പഠിക്കണം. ഇത് മാറുമ്പോൾ കൈനറ്റിക് എനർജിയെ ബാധിക്കും. കൈനറ്റിക് എനർജിയെ ബാധിച്ചാൽ അത് ആരെ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ, ഇറ്റ് ഡയറക്ട്ലി കണക്ട്സ് ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ശ്രദ്ധിക്കുക, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയാണ് കൈനറ്റിക് എനർജിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മളൊരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഓൾറൈറ്റ്, ഫൈൻ, ശരി. നൗ when light falls on a photosensitive surface, the electrons are emitted from the surface. The kinetic energy of these electrons does not depend upon, അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും മുന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി പത്രം തന്നെയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലേ, ദ കൈനറ്റിക് എനർജി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ, ആരിൽ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നെനിക്കറിയാം. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, എന്തുകൊണ്ടാണ് ഇത് എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വെൻ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി കൂടുമ്പോൾ നമുക്ക് എന്ത് കൂടും, കൈനറ്റിക് എനർജി കൂടും. ബിക്കോസ് ഇ ഈസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ. സോ ഇ കൂടിക്കഴിഞ്ഞാൽ 5 കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഈ കൂടണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ കൂടുതൽ വരാം, വേവ് ലെങ്ത്തിനും ഫ്രീക്വൻസിനും ആരായിട്ട് കണക്റ്റഡ് ആണ്, എനർജിയായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടും, വേവ് ലെങ്ത്ത് കുറയുമ്പോൾ എനർജി കൂടും. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആർ നോട്ട് എ പാർട്ട് ഓഫ് അവർ പോസിബിലിറ്റി. പിന്നെ ആരാ വരുന്നത്, പിന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ സർഫസ്. അപ്പോൾ ടൈപ്പ് ഓഫ് മെറ്റീരിയലിൻ്റെ അർത്ഥം എന്താണ് ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വി ആർ സ്റ്റഡിയിങ് ദാറ്റ് ദിസ് ഫൈ ഓർ നമ്മളുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഇറ്റ് ഇസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലേ. അതെന്താണ്, അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ. എന്ത് പറയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ. മെറ്റീരിയൽ മാറുമ്പോൾ എന്താണ്, മെറ്റീരിയൽ മാറുമ്പോൾ ആര് മാറുന്നു, ഫൈ മാറുന്നു. ഫൈ മാറി എന്ന് വിചാരിക്കുക, നിങ്ങൾ ആലോചിക്കുക, ഫൈ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഉള്ള എനർജിയുടെ വലിയൊരു ഭാഗം ആര് കൊണ്ടുപോകും, ഫൈ കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളത് മാത്രമേ കൈനറ്റിക് എനർജിക്ക് കിട്ടുള്ളൂ. അതേസമയം ഫൈ കുറവാണെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് പറ്റും, എനർജിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഫൈ കൊണ്ടുപോകുള്ളൂ, ബാക്കി മുഴുവൻ ആർക്ക് കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫൈലുണ്ടാവുന്ന ചേഞ്ചും എന്ത് ചെയ്യും, ഈ കൈനറ്റിക് എനർജിയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അഗെയിൻ യു ക്യാൻ റിമൂവ് ദിസ്. ഇനി ആരാ ബാക്കിയുള്ളത്, ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഫോട്ടോൺസ്, എത്ര ഫോട്ടോൺസ് വരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും ആരെ ബാധിക്കുന്നില്ല, അത് നമ്മളുടെ ഈ പറഞ്ഞ കൈനറ്റിക് എനർജിയെ ബാധിക്കില്ല. അത് ആരെ മാത്രമേ ബാധിക്കുള്ളൂ, ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നതാണ്. ആ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നത് ആരെ ബാധിക്കും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെയാണ് ബാധിക്കുക. മനസ്സിലായോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പഠിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പെരിമെൻറ്റും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ തിയറിയും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ശരിക്കും എന്ത് മാത്രം മതി, ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയറായ ഉള്ളവരാണ്. ഓൾറൈറ്റ്, ഫൈൻ, ശരി. അടുത്ത നമുക്കിലേക്ക് പോകുന്നത് വീണ്ടും നല്ല രസകരമായൊരു ക്വസ്റ്റ്യനാണ്. ഓൾറൈറ്റ്, ഫൈൻ, ശരി. യെസ്, ഓൾ റൈറ്റ്. ഇനി നമ്മൾ വരുമ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ പ്ലേറ്റ് ഇസ് ഡബിൾഡ്.
ദ കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വീണ്ടും ഇതേ ഇക്വേഷൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഇസ് ഡബിൾഡ്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ഇക്വേഷൻ എന്താ? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജി എന്ന് ഞാൻ എഴുതുന്നു. ദ ഫ്രീക്വൻസി ഇതെൻ്റെ ഫസ്റ്റ് കേസാണ് കേട്ടോ. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് മൈ ഫസ്റ്റ് കേസ്. ലെറ്റ് us ടേക്ക് ദ സെക്കൻഡ് കേസ്. അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോളിങ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ പ്ലേറ്റ് ഇസ് ഡബിൾഡ് എന്ന് പറയുമ്പോൾ എച്ച് ന്യൂ എന്നുള്ളത് എന്താവും? 2h ന്യൂ. കാരണം ഫ്രീക്വൻസി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. സോ 2h ന്യൂ ആയി. മെറ്റീരിയൽ മാറുന്നുണ്ടോ? ഇല്ല. സോ എച്ച് ന്യൂ അതുപോലെ തന്നെ ഇരിക്കും. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് എന്താ ചോദിക്കുന്നത്? അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, അതെന്ത് ചെയ്യും? ഡബിൾ, അത് കൂടുന്നുള്ള നമുക്കറിയാം. സോ അൺചേഞ്ച്ഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് അടുത്തെന്ന് നോക്കാം. ഡബിൾ ഓഫ് ദി ഏർലിയർ വാല്യൂ. ഡബിൾ ഓഫ് ദ ഏർലിയർ വാല്യൂ അല്ലല്ലോ. കാരണം എന്താ? 2 ടൈംസ് ആവുന്ന ആരാണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ എച്ച് ന്യൂ നോട്ട് അതൊന്ന് സബ്ട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക. സോ എൻ്റെ കേസ് 1ലുള്ള കൈനറ്റിക് എനർജി എന്ത് വരും? സേഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് കേസ് 1ലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് വരും? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട് എന്നാണ് വരിക. എൻ്റെ കേസ് 2ലെ കൈനറ്റിക് എനർജി എന്താ വരിക? 2h ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട് എന്നാണ്. അപ്പോൾ ശരിക്കും ഡബിൾ ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരമല്ല. സോ ഡബിൾ ഓഫ് ദ ഏർലിയർ വാല്യൂ നമുക്ക് ചെയ്യാം. ഇനി മോർ ദാൻ ഡബിളും ഉണ്ട്, ലെസ് ദാൻ ഡബിളും ഉണ്ട്. ഇതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്താ വരിക ഇപ്പോൾ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? നമുക്ക് ഏറ്റവും നല്ല എന്ത് ചെയ്താൽ മതി? വെറുതെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, വെറുതെ റാൻഡംലി വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ന്യൂവിനൊരു 10 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വർക്ക് ഫംഗ്ഷൻ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. സേ ഐ എം സെയിങ് യുവർ എച്ച് ന്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 2 എന്നിട്ട് കൊടുക്കുക. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 10 മൈനസ് 2 ഈസ് മൈ കൈനറ്റിക് എനർജി. അപ്പോൾ എത്ര വരും? അത് 8 എന്ന് വരും. അടുത്ത ഞാൻ 20 മൈനസ് 2 എന്ന് എഴുതും. അപ്പോൾ എന്ത് വരും? അത് 18 എന്നാവും. ദറ്റ് മീൻസ് ദറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ ഡബിളിങ്. ഇങ്ങനത്തെ 2-3 കേസുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദറ്റ് ദിസ് ഇസ് ഗോയിങ് ടു മോർ ദാൻ ഡബിൾ. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി സി. ശ്രദ്ധിച്ചില്ലോ? ആദ്യം ഒന്ന് എലിമിനേറ്റ് ചെയ്തു, പിന്നെ ഒന്ന് എലിമിനേറ്റ് ചെയ്തു, പിന്നെ അടുത്ത് എലിമിനേറ്റ് ചെയ്തു. എലിമിനേറ്റ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്തത്? ആൻസറിലേക്ക് എത്തുന്നത്. ആ ഒരു ശൈലി മനസ്സിലായോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായോ? നമ്മളങ്ങ് കൺഫ്യൂസ് ചെയ്യിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ഈസ് ലെസ് ദാൻ 6000 ആങ്സ്ട്രോം. വെൻ ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലെസ് ദാൻ 6000 ആങ്സ്ട്രോം ഇസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ, ദി ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ദ അപ്രോക്സിമേറ്റ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ഇസ് ഗോയിങ് ടു ബി എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താണത്? എന്താ വരിക? വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ഓർ അല്ലേ? നമുക്ക് എന്താ എടുക്കേണ്ടത്? എച്ച് സി ബൈ ലാംഡ. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇതെന്ത് യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്? ആൻസർ ഇലക്ട്രോൺ വോൾട്ട്. ഇതെന്ത് യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്? ആങ്സ്ട്രോം. സോ ഞാനിതിന് എന്ത് ഇക്വേഷനായിട്ട് എഴുതണം? 12,400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം ഡിവൈഡഡ് ബൈ 6000 ആങ്സ്ട്രോം എന്ന് എഴുതുമ്പോൾ ആങ്സ്ട്രോം വെട്ടിപ്പോവും. 0.00. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 124 ഡിവൈഡഡ് ബൈ 60 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും അല്ലേ? 124 ഡിവൈഡഡ് ബൈ 60 എന്നുള്ളത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സാറില്ല, നമുക്ക് എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെയ്യാം. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 62 ഡിവൈഡഡ് ബൈ 30. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 6.2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ് സംതിങ് എന്ന് വരും. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. കൂടുതൽ ചിന്തിക്കണോ? കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കണ്ടല്ലോ. 2 പോയിൻറ്റ് സംതിങ് എന്നുള്ള രീതിയിൽ ഹയർ വാല്യൂ ആയിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? സംശയമുണ്ടോ? ആ കാൽക്കുലേഷൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ വെറുതെ കയറി എല്ലാം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ട 2 പോയിൻറ്റ് സംതിങ്. ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ 2 ഉള്ളൂ, 1ഉം 4ഉം 6ഉം അല്ല. സോ മൈ ആൻസർ ഇസ് 2. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യു ആർ നോട്ട് റൈറ്റിംഗ് എ ബോർഡ് എക്സാമിനേഷൻ, യു ആർ ഡൂയിങ് എൻ എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ABCDയിൽ ഒരെണ്ണം തീരുമാനിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈവൺ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് പോലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ശൈലിയായിരിക്കും. ഓക്കെ, ഫൈൻ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷെൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വരുന്നത്? ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് 4 ഇലക്ട്രോൺ വോൾട്ട്. ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദറ്റ് ക്യാൻ കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം ദിസ് സർഫസ് ഇസ് അപ്രോക്സിമേറ്റ്ലി. എന്താ തോന്നുന്നത് ഈ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യന് ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? ഇത് ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? കാൽക്കുലേഷൻ ചിലപ്പോൾ ഒരു ലെങ്തി ആവും. ഇപ്പം ഞാനിതിനെ സാധാരണഗതിയിൽ എന്തിലേക്ക് മാറ്റും? എൻ്റെ സ്റ്റേജ് 2. കാരണം ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. ഞാനൊന്ന് വായിച്ചു വെക്കാം. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട്. സോ ഫൈ ഈസ് ഈക്വൽ ടു 4 ഇലക്ട്രോൺ വോൾട്ട്. ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് ക്യാൻ കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് എന്ന് പറയുമ്പോൾ ഞാൻ 4 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എനിക്ക് ആൻസർ എന്തിൽ വരണം?
ആൻസർ എനിക്ക് 12,400 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയാം അല്ലേ. അങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്ക് കാൽക്കുലേഷൻ എളുപ്പം. സോ ലാംഡ ഈസ് ഈക്വൽ ടു 12,400 ഡിവൈഡഡ് ബൈ, എന്നിട്ട് ഞാൻ യൂണിറ്റ് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? ഇത് ആങ്സ്ട്രോം ആണെങ്കിൽ എനിക്ക് നാനോമീറ്ററിലേക്ക് എത്തിക്കണമെന്നേ ഉള്ളൂ. സോ 4 എന്ന് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ട്? ഇവിടെ എന്ത് വരും? 3100 എന്ത്? ആങ്സ്ട്രോം. സോ ഐ ക്യാൻ ചേഞ്ച് ദ യൂണിറ്റ് ടു 310 നാനോമീറ്റർ. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ സി. ക്ലിയർ ആയോ? അപ്പോൾ പലരും ഇത് ചെയ്യാറുള്ളത് വേറൊരു ശൈലിയിലാണ് ചെയ്യുക. എന്താ അത്? മെനി ഓഫ് ദം വിൽ ഡു എച്ച് സി ബൈ ലാംഡ അല്ലേ. എച്ചിൻ്റെ വാല്യൂ എടുക്കുന്നു, സീൻ്റെ വാല്യൂ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഇലക്ട്രോൺ വോൾട്ടിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 6.6 × 10⁻³ ഇൻറ്റു 3 × 10⁸ പിന്നെന്താ വരിക? 39 സോറി. ലാംഡ എന്ന് പറയുന്നത് എത്ര വന്നിരിക്കുന്നത്? 6,000 ഇൻറ്റു 10 ലാംഡ അറിയില്ല, ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്, സോറി. സോ ഡിവൈഡഡ് ബൈ ഇത് എത്ര വരും? 4 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 1.6 × 10⁻⁻19 എന്നൊക്കെ ചെയ്ത് നമ്മളെങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. ഇതൊന്നും ഒരാവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കിതെടുക്കാം. അതിൻ്റെ ലോജിക്ക് വരുന്നത് എനിക്ക് കിട്ടുന്ന ആൻസർ ആങ്സ്ട്രോമിലായിരിക്കും എന്നും അതിനെ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് എൻ്റെ ഓപ്ഷൻസ് പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് എന്തുണ്ടായാൽ മതി? ഒരു ബോധ്യമുണ്ടായാൽ മതി. വി നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് ഇസ് ഗിവൺ. മനസ്സിലായോ? നമ്മൾ എന്ത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി? വി നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഗിവൺ ടു യു. ക്ലിയർ ആയോ? സംശയമുണ്ടോ? വി നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഗിവൺ ടു യു. ഓക്കെ, ഫൈൻ, ശരി. നൗ ലെറ്റ് us ടേക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും ഇത്? ഓൾറൈറ്റ്, ഫൈൻ, ശരി. നൗ പ്ലീസ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺസ് emitted from a metallic surface is doubled when the wavelength of the incident radiation is changed from 400 nanometer to 310 nanometer. The work function of the metal is. യെസ്, ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാനുണ്ടാവും അല്ലേ. ഇത് കാൽക്കുലേഷൻസ് കുറച്ച് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ്. നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ദ കൈനറ്റിക് എനർജി ഓഫ് and most energetic electrons emitted from a metallic surface is doubled when the wavelength of incident radiation. So ആരാണ് ഡബിൾ ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ഇൻ കേസ് 1 എന്നും പറയാം, കൈനറ്റിക് എനർജി ഇൻ കേസ് 2 എന്നും പറയാം അല്ലേ. കൈനറ്റിക് എനർജി ഇൻ കേസ് 1 എന്ന് പറയുന്നത് K ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻ കേസ് 2 എന്ന് പറയുന്നത് 2K. ഡബിൾ ചെയ്തു. എങ്ങനെയാണ് ഡബിൾ ചെയ്യുന്നത്? when the wavelength is changed from 400 to 310. That means that ഈ ഫസ്റ്റ് കേസിലെ wavelength 400 നാനോമീറ്റർ ആയിരുന്നു. when you change the wavelength to 310 നാനോമീറ്റർ നമുക്ക് എന്ത് സംഭവിച്ചു? the kinetic energy got doubled. ശരി. then the work function of the metal is. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഒരേ മെറ്റലിൻ്റെ മുകളിലാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? I will write the equation. Energy of the photon happens to be work function plus kinetic energy in both the cases. So kinetic energy is equal to energy minus phi എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. സോ മൈ കൈനറ്റിക് എനർജി K ഇൻ കേസ് 1, രണ്ട് കേസും നമുക്ക് എടുക്കാം അല്ലേ. സോ ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ കേസ് 1 എടുക്കുകയാണെങ്കിൽ K1 എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 1, യുവർ കൈനറ്റിക് എനർജി 1 ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇ മൈനസ് ഫൈ. ഇ എന്ന് പറയുന്നത് എന്താ? എച്ച് സി ബൈ ലാംഡ 1. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എച്ച് സി ബൈ ലാംഡ 1 മൈനസ് 5. ആൻഡ് യുവർ കൈനറ്റിക് എനർജി 2 ഇസ് ഗോയിങ് ടു ബി എച്ച് സി ബൈ ലാംഡ 2 മൈനസ് 5. ഇങ്ങനെയാണ് എനിക്ക് ഇക്വേഷൻ വരിക. നൗ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഞാൻ റീറൈറ്റ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി 1 എത്രയാണ് വരുന്നത്? K ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ 400 മൈനസ് 5 ആൻഡ് നാനോമീറ്റർ എന്നാണ്. ഞാൻ അങ്ങനെ വെറുതെ 400 എന്ന് എഴുതി പോകുന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിലൊരു ധാരണ വേണം. എന്താണ്? യൂണിറ്റ് നാനോമീറ്റർ ആണ് എന്നൊരു ധാരണ വേണം. നൗ നെക്സ്റ്റ് ഇസ് ഗോയിങ് ടു ബി 2K ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ 310 മൈനസ് 5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ആക്ച്വലി ഡു. ഇപ്പോൾ ഇതിൽ എനിക്കിത് സബ്ട്രാക്ട് ചെയ്തിട്ട് 5 ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ? കണ്ടുപിടിക്കേണ്ടത് 5 ആണ്. സോ ഐ വിൽ ഡു ഇസ് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൈ ഇക്വേഷൻ ഇസ് ഗോയിങ് ടു ബി 2HC by 400 minus 25 is equal to HC by 310 minus 5 എന്ന് വരും. എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? കാരണം എന്താ? ഈ ഇക്വേഷനെ മൊത്തം 2K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2K വരും.
ഇവിടെയും 2k വരും. സോ യു ക്യാൻ ഇക്വേറ്റ് ദീസ് ടു പോർഷൻസ് അല്ലേ. എനിക്ക് ഇവിടെയും 2k വന്നു, ഇവിടെയും 2k വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പോർഷനും ഈ പോർഷനും ഇക്വേറ്റ് ചെയ്യാം. അതിന് എന്ത് മാത്രം മതി? ഈ 2 ഇവിടെ കയറുന്നു, 2hc/400 ഇവിടെ വരുന്നു 25. ക്ലിയർ ആയല്ലോ അല്ലേ. നൗ ഐ ക്യാൻ സിംപ്ലിഫൈ. അപ്പോൾ എന്ത് വരും? ഇഫ് ഐ സിംപ്ലിഫൈ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി hc/200 minus hc/310 is equal to 5 എന്ന് വരുന്നു. ക്ലിയർ ആയോ? hc/200 minus hc/310 happens to be 5. അപ്പോൾ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ, ഓർ ദാറ്റ് ഈസ് ദ ഐഡിയ ഫോർ വർക്ക് ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം, കാരണം നമ്മളുടെ കാൽക്കുലേഷൻസ് അവസാനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഈ ക്വസ്റ്റ്യനിൽ എന്ത് കൂടുതലാണ്? കാൽക്കുലേഷൻസ് കൂടുതലാണ്. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ഇത്രയും കാൽക്കുലേഷൻസ് വരുന്ന കേസുകൾ പൊതുവേ എന്തിലാണ്? കുറവാണ്. സാധാരണ ഇത്രയധികം കാൽക്കുലേഷൻസ് ഒന്നും അങ്ങനെ നമുക്ക് വരാറില്ല. മനസ്സിലായോ? പക്ഷേ ഇതിലിങ്ങനെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 5 is equal to hc/310 minus hc/200 and 310. അങ്ങനെയല്ലേ വരുന്നത്? അതെ. Now you can take hc common അല്ലേ. So it is going to be 110 divided by 200 into 310 into hc. h എന്ന് പറഞ്ഞാൽ എത്ര വരും? It is going to be 6.6 into 10 raised to minus 19 into 10 raised to minus 19 into 3 into 10 raised to 8. അതേപോലെ ഇവിടെ എന്ത് വരുന്നുണ്ട്? നാനോമീറ്റർ ആണ് വരുന്നത് അല്ലേ. എന്താ വരുന്നത്? നാനോമീറ്റർ. സോ യു വിൽ ടേക്ക് ഇറ്റ് ആസ് 10 raised to minus 9. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ കാൽക്കുലേഷൻസ് വരിക. ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്ന് പരമാവധി സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. സോ ഐ വിൽ മേക്ക് ദിസ് ആസ്, ഇത് ഞാൻ 10 ആയിട്ട് വയ്ക്കും. ആൻഡ് ഐ വിൽ മേക്ക് ദിസ് ആസ് 3.3. സോ യു ക്യാൻ സി ഇവിടെ 0 മാത്രമല്ലേ കിട്ടിപ്പോയുള്ളൂ. സോ 3 ഉണ്ട്, 3.3 ഉണ്ട്, 11 ഉണ്ട്, 310 ഉണ്ട് അല്ലേ. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ്. ഇനി നമ്മളൊന്ന് ഓപ്ഷൻസിലേക്ക് നോക്കാം. എന്താ ഓപ്ഷൻസിൻ്റെ അവസ്ഥ? ഓപ്ഷൻസ് തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ല അല്ലേ. ഓപ്ഷൻസ് തമ്മിലുള്ള ദൂരം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? യു വിൽ ഹാവ് ടു ഡു ദ ഹോൾ തിങ് അല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? 11. ഈ 10 എനിക്ക് ഒഴിവാക്കാം, ഈ 10ഉം 31 ഒക്കെ എനിക്ക് ഒഴിവാക്കാം. കാരണം എന്താ? 10 വരുന്നുണ്ട്. സോ 10 raised to minus 7 ആയിക്കോളും. സോ 11 divided by 31 into 9.9 into 10 raised to minus 19 into 10 raised to 8 divided by, ഇവിടെ രണ്ടെണ്ണം പോകുമ്പോൾ എന്ത് വരും? 10 raised to minus 7. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വാട്ട് വിൽ യു ഗെറ്റ്? നിങ്ങൾക്ക് 19 എന്ന് പറയുമ്പോൾ 8 plus 7 is 15 minus 10 raised to minus 4 വരും. സോ 11/31 into 9.9 into 10 raised to minus എത്ര വരുന്നു? minus 4 എന്ന് വരുന്നു. ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്യുക, 10ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 10 raised to minus 3 വരുന്നു. സോ 11/31 into 10 raised to minus 3 വരുന്നു. Now you have to convert it into what? നമുക്ക് എന്താ യൂണിറ്റ്? ഓപ്ഷനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് എന്താ? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മളിപ്പോൾ എന്ത് യൂണിറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മളിപ്പോൾ അത് ജൂളിലാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ജൂൾ. എങ്ങനെ? 1.6 into 10 raised to minus 11 എന്ന് പറയും. ആൻഡ് വെൻ ഐ ഡു ദ കൺവേർഷൻ ഐ ക്യാൻ ക്യാൻസൽ ഓഫ് ദീസ് ടു ആൻഡ് ഐ വിൽ അപ്രോക്സിമേറ്റ്ലി ഗെറ്റ് ദ ആൻസർ ടു ബി എത്ര ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കിട്ടും? ഐ വിൽ ഗെറ്റ് ദ ആൻസർ ടു ബി 1.7 ഇലക്ട്രോൺ വോൾട്ട്. ഐ വിൽ ഗെറ്റ് ദ ആൻസർ ടു ബി 1.7 ഇലക്ട്രോൺ വോൾട്ട്. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ഹൗ യു വിൽ ഡു ദ കാൽക്കുലേഷൻസ് ഹിയർ. ഓക്കെ. Now let us move on to the next question. കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ചെയ്യാം. ഈ സാധനം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. h/e എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഐ വിൽ ജസ്റ്റ് ഷോ വെയർ ഐ എക്സ്പ്ലെയിൻഡ് ദാറ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഇക്വേഷനിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എങ്ങനെയാണ് സ്ലോപ്പ് വരുന്നത് എന്നുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് ദാറ്റ് അഗൈൻ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുക്കാം. The graph between the stopping potential V0 and frequency of incident photon if a photocell in a straight line with a slope എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റനിൽ കണ്ടോ, ഈ ക്വസ്റ്റനിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ സ്ലോപ്പ് ചോദിച്ചു. മുന്നത്തെ ക്വസ്റ്റനിൽ എന്താ ചോദിച്ചത്? അതെന്താ ഷേപ്പ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് എന്ത് പറഞ്ഞു? സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞു. സോ ആ ഇക്വേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, h/e എന്ന് പറയുന്നതാണ് എൻ്റെ സ്ലോപ്പ് വരിക എന്ന കാര്യം ഞാനവിടെ മെൻഷൻ ചെയ്തിരുന്നു. ഓൾറൈറ്റ്, ഫൈൻ, ശരി. So let us move on to the next question. Give it a try. ഒന്ന് ശ്രമിച്ചു നോക്കുക. Give it a try.
Okay, give it a try. Watch, okay. So the light of wavelength 5000 angstrom is falling on a sensitive surface. If the surface has received 10 raised to minus 7 joule of energy, then the number of photons falling on the surface is. ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എന്താണ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അതായത് നമ്മൾ വെൻ ഐ സേ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഫൈൻഡിങ് ഔട്ട്? വി ആർ ഫൈൻഡിങ് ഔട്ട് എനർജി ഓഫ് വൺ ഫോട്ടോൺ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫോട്ടോൺ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു സർഫസിന് മൊത്തം ഇത്ര എനർജി കിട്ടിയെങ്കിൽ ദെൻ വാട്ട് ക്യാൻ വി സേ? എൻ ഇൻറ്റു ഇ ഹാപ്പൻസ് ടു ബി ടോട്ടൽ എനർജി received by the surface. മനസ്സിലായോ? നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം ഫോളിങ് ഓൺ എ സെൻസിറ്റീവ് സർഫസ്. ദ സർഫസ് ഹാസ് റിസീവ്ഡ് 10 റേസ് ടു മൈനസ് 7 ജൂൾ ഓഫ് എനർജി. ഇതിന് ടോട്ടൽ സർഫസിന് കിട്ടിയ എനർജിയാണിത് 10 റേസ് ടു മൈനസ് 7. അത് എത്ര ഫോട്ടോൺ വീണാലാണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഫോളിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഹാപ്പൻസ് ടു ബി എത്രയാണ്? 5000 ആങ്സ്ട്രോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? സോ വി ക്യാൻ ഡു ദ മാത്ത് അല്ലേ? നമുക്കിതിനകത്തൊന്ന് മാത്ത് ഒന്ന് ചെയ്തു നോക്കാം. സോ അഗൈൻ വിൽ ജസ്റ്റ് ട്രൈ ടു ഡു ദ ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 12400 ബൈ 5000 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് വരിക അല്ലേ? അതിനെ കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 11 ഇൻറ്റു എൻ ഹാപ്പൻസ് ടു ബി 10 റേസ് ടു മൈനസ് 7 എന്ന് വരും അല്ലേ? ദാറ്റ് ഇസ് ഹാപ്പനിങ് ടു ബി ഇറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒന്ന് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കിയേ. ഗിവ് ഇറ്റ് എ ട്രൈ. കാൽക്കുലേഷൻസ് ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാവരും. യെസ്, റിലേറ്റീവ്ലി എ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? -11 അല്ലല്ലോ, -19. ഐം സോറി, -19. So it is going to be 12400 by 5000 into 1.6 into 10 raised to minus 19 into n is equal to 10 raised to minus 7 എന്ന് വരും അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? യു ആർ ഫൈൻഡിങ് ഔട്ട് ഇൻ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? യു ആർ ഫൈൻഡിങ് ഔട്ട് ദ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നോ അതിന് ഞാൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വാട്ട് വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ജൂൾസ് എന്നുള്ള രീതിയിൽ വരും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ ആൻസർ? നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തോളാം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 124 by 50 എന്ന് പറയുമ്പോൾ വാട്ട് ക്യാൻ വി സേ? 50 എന്നാണല്ലോ പറയണത്. സോ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ 10 raised to minus 20 വരും, അപ്പുറത്തേക്ക് വരുമ്പോൾ 10 raised to 20 വരും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 10 raised to 13 അല്ലേ? ആൻഡ് യു ക്യാൻ സേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 124 ഇൻറ്റു 1.6 by 5. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും അപ്രോക്സിമേറ്റ്ലി അല്ലേ? ദിസ് ഇസ് ഹൗ ദ വാല്യൂ ഇസ് ഗോയിങ് ടു കം അപ്പ്. സോ യു ക്യാൻ ഡു ദ കാൽക്കുലേഷൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ആൻഡ് ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഫുൾ ആൻസറിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചിട്ടില്ല. ഐ എം ജസ്റ്റ് ഗിവിങ് യു ദ ക്ലൂ ഓഫ് ഇറ്റ്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. Now the photon of energy 8 electron volt is incident on a metal surface of threshold frequency 1.6 into 10 raised to 15 hertz. The maximum kinetic energy of the photoelectrons emitted is. വീണ്ടും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫോട്ടോൺ ഓഫ് എനർജി 8 ഇലക്ട്രോൺ വോൾട്ട്. എന്താണ്? 8 ഇലക്ട്രോൺ വോൾട്ടാണ് എന്ത്? എനർജി ഓഫ് ദ ഫോട്ടോൺ. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ത്രഷ് ഫ്രീക്വൻസി എന്താ വന്നിരിക്കുന്നത്? എച്ച് ന്യൂ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് എന്തിലാണ് വന്നിരിക്കുന്നത്? ഹെർട്സിലാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എച്ച് ന്യൂ എന്ന് വരും. സോ യു ഗോട്ട് ദ വാല്യൂ ഓഫ് 5 അല്ലേ? യു ഗോട്ട് ദ വാല്യൂ ഓഫ് ന്യൂ നോട്ട് ത്രഷ് ഫ്രീക്വൻസി. ആൻഡ് ദേ ആർ ആസ്കിങ് ഫോർ ദ മാക്സിമം കൈനറ്റിക് എനർജി. അപ്പം നമുക്ക് എന്ത് പറയാം? യുവർ കൈനറ്റിക് എനർജി മാക്സിമം ഇസ് ഗോയിങ് ടു ബി എച്ച് ഇൻറ്റു ന്യൂ നോട്ട് മൈനസ് 8 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിന് എന്ത് ചെയ്യണം? കൺവേർട്ടഡ് ഇൻറ്റു ജൂൾ. സോ 1.6 ഇൻറ്റു 10 raised to minus 19 എന്ന് വരും അല്ലേ? സോ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ ആൻസർ. നിങ്ങളുടെ ആൻസർ വരാൻ പോകുന്ന ഈ കാണുന്ന സാധനമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എച്ച്? എച്ചിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 6.6 ഇൻറ്റു 10 raised to minus 31 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ന്യൂ നോട്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? സോ ഐ ഹോപ്പ് ദാറ്റ് ഐഡിയ ഈസ് വെരി മച്ച് ക്ലിയർ. ഓക്കെ, ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നതിന് പകരം ഐ എം മോർ ഓഫ് ഗിവിങ് യു ക്ലൂസ്. ഓക്കെ,
കൂടുതൽ ക്ലൂവിലേക്ക് നിങ്ങളെ അങ്ങനെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, സോ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ബൈ എ മെറ്റൽ സർഫസ് ഇസ് 1.2 × 10⁶ meter per second, assuming the specific charge of the electron to be 1.8 × 10⁻11 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, കൂളും പെർ കിലോഗ്രാം. ദെൻ ദ മാക്സിമം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ വോൾട്ട് വുഡ് ബി, യെസ്, ഇവിടെയാണ് നമുക്ക് മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. ½ × m × v² = E × vs എന്ന രീതിയിൽ വരുന്നത് അല്ലേ, E × vs. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് കൂളുംബ് പെർ കിലോഗ്രാം എന്നാണ് അല്ലേ. എന്താ തന്നിരിക്കുന്നത്? കൂളുംബ് പെർ കിലോഗ്രാം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി നമുക്ക് എന്ത് കൊടുക്കാം? ദിസ് ഈസ് വാട്ട് ദ വാല്യൂ ഓഫ് വെലോസിറ്റി ദാറ്റ് യു ക്യാൻ ഗിവ് അല്ലേ. ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുക. യു ക്യാൻ ബേസിക്കലി സേ യുവർ കൂളുംബ് പെർ കിലോഗ്രാം എന്നാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? വാല്യൂ തന്നിരിക്കുന്നത് അല്ലേ. സോ വി നോ ദാറ്റ് ഇതിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ എന്ത് യൂണിറ്റിലാണ് പറയുക? വിൽ ബേസിക്കലി എക്സ്പ്രസ് ഇത് ചാർജാണ് അല്ലേ. ദിസ് ഈസ് ബേസിക്കലി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അത് എന്ത് യൂണിറ്റിൽ വരും? അത് കൂളുംബിൽ വരും അല്ലേ. സോ വി ആർ ഗിവൺ ദ വാല്യൂ ഓഫ് കൂളുംബ് പെർ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വാല്യൂ ദറ്റ് ഈസ് ഗിവൺ? E/m വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് E/m. ആൻഡ് യു ആർ ഓൾസോ ഗിവൺ ദ വാല്യൂ ഓഫ് വെലോസിറ്റി. വെലോസിറ്റീൻ്റെ വാല്യൂ ഉണ്ട്, E/m വാല്യൂ ഉണ്ട്. ആൻഡ് ദേ ആർ ആസ്കിങ് ഫോർ ദ വാല്യൂ ഓഫ് VS വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ V² ഡിവൈഡഡ് ബൈ E/m × 1/2 = VS. അതിൽ വിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? യു ആർ ഗിവൺ ദ വാല്യൂ ഓഫ് 1.2 × 10⁶. E/m വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 1.8 × 10⁻11. ആൻഡ് യു ആർ ഗിവൺ ദ വാല്യൂ ഓഫ് 1/2. Do the calculations and you will get the answer. Clear ആയോ? സോ ദിസ് ഇസ് ഹൗ യു വിൽ ഡു ദ സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. കാരണം കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്കും വിട്ടു തരാം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്കും അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, വെരി ഗുഡ്. ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. ഗുഡ് നിത്യ, വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ഞാൻ അങ്ങനെ നിങ്ങളൊന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റിംഗ് ഇറ്റ്, യു വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. അതിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ബീൻ ക്ലിയർ. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിതിലെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് കവർ ചെയ്തത്. ഇതോടുകൂടി എല്ലാ ടോപ്പിക്സും കവർ ആവുന്നില്ല, പക്ഷേ സ്റ്റിൽ വി ഹാവ് കവേർഡ് ദ മാക്സിമം പോസിബിൾ ആൻഡ് വി വിൽ ബി കമ്മിങ് വിത്ത്. ഓക്കെ, അടുത്ത ക്ലാസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാറായി. കെമിസ്ട്രിയുടെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് അറ്റ് 5:30. സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർ ടു യു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വിൽ ബി സീയിങ് യു വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ഇനി ഒരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഐ വിൽ ബി സീയിങ് യു ലേറ്റർ. താങ്ക് യു.